സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലുവാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ആളുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ആൾക്ക് പോർച്ചുഗീസ് മാത്രമേ അറിയുള്ളൂ. നമ്മൾ ഫുള്ള് ഗൂഗിൾ ട്രാൻസ്ലേറ്റിലാണ് കേട്ടോ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അങ്ങനെ സംസാരിക്കലാണ്. അത്യാവശ്യം വരുമ്പോഴാണ് എടുക്കുന്നത്. കാരണം നെറ്റ്വർക്കൊക്കെ ഭയങ്കര സ്ലോ ആണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം നമ്മൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് ആളുടെ കൂടെ തന്നെ ഞാൻ സൗറിമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൗറിം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് സൗറി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 250 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ആളുടെ ഈ വണ്ടി തന്നെയാണ് പോകുന്നത്. ഈ വണ്ടിയാണോ വലിയ ട്രക്കാണോ എന്ന് എനിക്കറിയില്ല, അത് ചോദിച്ചു നോക്കണം. അപ്പോൾ ഇവിടുന്ന് ആ ഒരു എന്താ പറയുക, ഇവർക്ക് ഇങ്ങനെ കോങ്കോ ബോർഡറാണ് ഇത് ഓൾറെഡി. അപ്പോൾ കോങ്കോന്ന് വരുന്ന വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ വലിയൊരു ട്രക്കല്ല, ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അതിലാണ് കേട്ടോ പോകുന്നത്. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എഗ്ഗും പിന്നെ ബ്രെഡും ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആള് ഞാൻ ഇന്നലെ കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു സാധനമാണ്. അത് ഇന്നലെ വെച്ചിട്ടാണ് തോന്നില്ല, അറിയില്ല. ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അത്ര വിശന്ന് വലിഞ്ഞാണ് വന്നിട്ടുണ്ടായിരുന്നു. ബീഫും പിന്നെ ചിപ്സും പിന്നെ എഗ്ഗും കൂടെ ഉള്ള ഒരു സംഭവം, അതാണ് ആൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വന്ന ആ സെയിം സ്ഥലത്ത് തന്നെയാണ്. ഇന്ന് വന്നപ്പോൾ എന്തൊരു പീസ്ഫുള്ളാണ്. ഇന്നലെ വന്നപ്പോൾ ഇവിടെ ഒച്ചയും വെള്ളവും പാട്ടും ഫുള്ള് ലിക്കറും പുറത്ത് മൊത്തം ചെയർസും അങ്ങനെ ഫുള്ള് സീനായിരുന്നു. നമ്മളിന്ന് ഇയാളോടാണെങ്കിൽ എന്തൊക്കെയോ ചോദിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുക്കുമ്പോൾ നെറ്റും സ്ലോ ആയതുകൊണ്ട് പ്രാന്താവും. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരാൾ കൂടെ ഉണ്ടോ, 3 പേരും കൂടെ അവിടെ പോകണം. കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ 2 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. അങ്ങനെ അത്ര കംഫർട്ടൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. കാരണം ലോങ് പോകുന്നുണ്ട്, കുറച്ച് ദൂരമാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടുന്ന് ഒരു 300 കിലോമീറ്റർ ഉണ്ട് സൗറിമോ അപ്പോൾ പോകുന്ന വഴി കണ്ടില്ലേ, ഇവിടെ റോഡ് അടിപൊളിയുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല സ്പീഡിൽ പോകാൻ പറ്റും. ഒരു 4.5 മണിക്കൂർ 5 മണിക്കൂറിലൊക്കെ എത്തുന്നുണ്ട്. ഒരു 300 കിലോമീറ്റർ ആണ് ഉള്ളത്. നല്ല സ്പീഡിൽ തന്നെയാണ് ആള് പോകുന്നത്. ഇവിടെയൊക്കെ ഇതേപോലത്തെ വില്ലേജസ് കാണാൻ പറ്റുന്നുണ്ട്. പഴയ എന്താ പറയുക, അതുപോലത്തെ ടൈപ്പ് വീടുകളെല്ലാം ചെറിയ വില്ലേജസ് ഉണ്ട്. പക്ഷേ നെറ്റ്വർക്ക് ഇല്ല, സർവീസ് ഒന്നും ഇല്ല. അതായത് ഇപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 കിലോമീറ്റർ ആവുന്നേ ഉള്ളൂ. ആ 10 കിലോമീറ്റർ ഉള്ളിൽ തന്നെ നെറ്റ്വർക്ക് എല്ലാം പോകും. ആ ഒരു ടൗണിൽ തന്നെ ഉള്ളൂ നെറ്റ്വർക്ക്. അതും ഭയങ്കര മോശം നെറ്റ്വർക്കാണ്. ഞാനൊരു 1000 വട്ടം ഫ്ലൈറ്റ് മോഡ് ഇട്ട് ഓണാക്കി ഓഫ് ചെയ്യുമ്പോഴാണ് അത് വരുന്നത് പോലും. ഇവിടെ നെറ്റ്വർക്ക് എനിക്ക് തോന്നുന്നു ഇത്തരം രാജ്യങ്ങളിൽ പോയാലും ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല രീതിയിൽ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല റോഡാണ് കേട്ടോ. ഇവിടെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഫ്യൂണറൽ ഫംഗ്ഷൻ ആണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വഴിയിലൊക്കെ ആൾക്കാർ മൊത്തം എന്തോ അവർ പറഞ്ഞ് ഡാൻസൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റുന്നു. അവരുടെ ഭാഷയിൽ എന്താ പറയുക, എന്തോ ഇത് പറഞ്ഞിട്ടാണ് അത് ഇങ്ങനെ എന്താ ഡാൻസൊക്കെ കളിച്ച് പോകുന്നത് കേട്ടോ. നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഈ പുള്ളിനോട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ചോദിച്ചപ്പോൾ ആളാണ് പറഞ്ഞത് അത് ഫ്യൂണറലാണ്. അതൊക്കെ ഓരോരോ ആൾക്കാരാണ് നിരാന്ന് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ബോഡിയൊന്നും കാണാനില്ല. എനിക്കൊന്നും മരണം കുറച്ച് ആൾ കഴിഞ്ഞിട്ടായിരിക്കുന്നു. കാരണം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, അങ്ങനെ വിഷമിച്ചിട്ടൊന്നുമല്ല. മുഖത്ത് സന്തോഷമുള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. റോഡെല്ലാം ബ്ലോക്ക് ആക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഒരു നടു റോഡിലൂടെ ഫുള്ള് അങ്ങനെ പോകുന്നത്. കൂടുതൽ കളർഫുൾ ഡ്രസ്സുകൾ നോക്ക്, എന്ത് രസമാണ്. ഒരു തലയിൽ എല്ലാവരുടെയും ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇപ്പോൾ മരിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം അവരുടെ ബോഡി ആ വണ്ടിയിൽ കൊണ്ടുവന്ന് കാണാൻ പറ്റുന്നുണ്ട്. 2 ആൾക്കാരെന്തോ മരിച്ചിട്ടുണ്ട്. കാരണം 2 വണ്ടിയിൽ അങ്ങനെ പെട്ടിയിലാക്കി കൊണ്ടുവന്ന് കാണുന്നുണ്ട്. പോകുന്ന വഴിയിൽ ഇതുപോലത്തെ കുറച്ച് സ്ട്രീംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരിത് ഇവിടെ ഡ്രസ്സെല്ലാം അലക്കി ഉണക്കി ഇട്ടേക്കുവാണ് കേട്ടോ. കുറേ ഇപ്പം ഇങ്ങനെ ഇതുപോലെ പോകുന്ന ഒരുപാട് ബ്രിഡ്ജസ് ഉണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ അവരങ്ങനെ എന്താ പറയുക അലക്കി കുളിച്ചതാക്കുന്നത് കാണാൻ പറ്റും. ഞാനിതാ അവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് വീട്. ആൾക്ക് ഇവിടെ അവിടെയൊക്കെ വീടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയൊക്കെ അതെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ആണോ, ബെഡെല്ലാം ഉണ്ട്. ഫുൾ ആക്ഷനാണ്. അത് ക്ലീൻ ആക്കി തരാമെന്ന് തോന്നുന്നു കണ്ടിട്ട്. എൻ്റെ അടുത്ത് കുക്ക് ചെയ്യുമോന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇവിടെ മുട്ടയുണ്ട്, വേറെ ഒന്നുമില്ല, മുട്ട മാത്രമാണുള്ളത്. പിന്നെന്തോ റൈസും ഉണ്ട്. റൈസും ഞാൻ കണ്ടോ ഇവിടെ റൈസും ഉണ്ട്.
ഇവിടെ ഞാൻ ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കി. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് പിന്നെ അവരിൽ ഇച്ചിരി ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടായി. ഇഞ്ചിയൊന്നും ഉണ്ടായിരുന്നില്ല, കറിവേപ്പില അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. മസാലപ്പൊടിയും ചിക്കനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചോറും ഉണ്ടാക്കി. ചോറ് കഞ്ഞി പോലെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്തായാലും നല്ല വിശക്കുന്നുണ്ട്, ഞാൻ കഴിക്കട്ടെ. ഹലോ, ഞാനിത് ഇന്നലെ അവിടെ സ്റ്റേ ചെയ്തു. അതിനുശേഷം ഞാനിപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് ലേറ്റായി, നേരത്തെ എണീച്ചു. പക്ഷെ അതിന് ശേഷം ഞാനിവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. മലാഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകണം. അവിടെ ഒരു അടിപൊളി വാട്ടർഫോളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കറിയില്ല എന്താ ലിഫ്റ്റൊക്കെ കിട്ടുമോ എന്നുള്ളത്. റോഡെല്ലാം അടിപൊളി റോഡാണ്. ഞാൻ ബസ്സിൽ പോകാൻ ഓർത്തു, കുറേ കിലോമീറ്റർ ഉള്ളതുകൊണ്ട്. കാരണം പ്ലെയിൻ ആയിട്ട് കണ്ടോ, കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കിടക്കും. ഇതുപോലെ തന്നെ മൊത്തം കിടക്കുന്നുണ്ടാവും. കാണാനൊന്നും ഒരുപാടൊന്നുമില്ല, വില്ലേജ് പോലും എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചാണ്, പക്ഷേ ബസ് പോലും ഇല്ല. ബസ് നാളെ ഉള്ളൂ. ഒരു ദിവസത്തിൽ രാവിലെ എന്തോ 2 ബസ് എന്തോ ഉള്ളൂ. സോ ഞാനിവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കാണ്. വണ്ടികളൊക്കെ വരുന്ന കാണുന്നുണ്ട്. ഞാൻ നോക്കി നോട്ടെ എന്താ ചെയ്യാന്ന്. ഇന്നെന്തായാലും എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടുന്ന് ഒരു വലിയ ട്രക്ക് വരുന്ന കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ലിഫ്റ്റ് അടിക്കുവാണ്. കിട്ടുമോന്നൊന്നും എനിക്കറിയില്ല. എന്നിട്ട് നിർത്താൻ തന്നെ വളരെ ചാൻസ് കുറവാണ്. നിർത്തിയോ? ഇല്ല, അവർ പോയി. കുറേ നേരം നിന്നതിന് ശേഷം ഈ ഒരു വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ടാക്സി പോലത്തെ ഒരു വണ്ടിയാണ്. പക്ഷേ എനിക്ക് ആൾ ലിഫ്റ്റ് തന്നിട്ടുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല അടിപൊളി കാറ്റ്. ഫുള്ളിങ്ങനെ ഓപ്പണായിട്ട് നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. എനിക്കിത് ഈ ഒരു ട്രക്കിൽ വണ്ടി ഇട്ടിട്ടുണ്ട്, ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബ്രിഗാദ പുള്ളി ഒരു ലോഡ് ഡ്രെഡ്ലോക്ക് മൂടിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. അപ്പോൾ ഇവർ ലുവാണ്ടയ്ക്കാണ് പോകുന്നത്. പക്ഷെ ഞാൻ മലാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങും. കാരണം മലാഞ്ചിയിൽ കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ പോവുള്ളൂ ലുവാണ്ടയ്ക്ക്. ഇവരോട് ഞാൻ ചോദിച്ചത് തന്നെ ഇംഗ്ലീഷ് അറിയില്ല. ഗൂഗിൾ ട്രാൻസ്ലേറ്റിന് ഇവിടെ നെറ്റ്വർക്ക് ഒന്നും ഇല്ലായിരുന്നു. ഫുള്ള് എഡ്ജ് ആണ് കാണിക്കുന്നുണ്ടായത്. അപ്പോൾ എന്താ പറയുക, പ്രദീപ് എന്ന് പറഞ്ഞൊരു മലയാളീനെ ഞാൻ ഫോണിൽ വിളിച്ച്, ആൾക്ക് പോർച്ചുഗീസ് ഭാഷ നല്ലപോലെ അറിയാം. അങ്ങനെ അവർ സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇവിടെ അങ്ങനെയൊക്കെയാണ്. എന്താ പറയുക, അല്ലാതെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യുമ്പോൾ. പക്ഷെ അതൊരു രസമാണ്. കാരണം ഭാഷയൊന്നും അറിയാണ്ട് ഒരു അടിപൊളി ഫീലുണ്ട്. കാരണം സാധാരണ നമുക്ക് എല്ലാവരും ഇംഗ്ലീഷ് അറിയും, അപ്പോൾ ഈസി ആണല്ലോ. ഇത് കുറച്ചുകൂടി ഈസി അല്ലാത്താകുമ്പോൾ ഒരു ത്രില്ലുണ്ട്, ഒരു അഡ്വഞ്ചർ യാത്രയാണ്, ഒരു ത്രില്ലൊക്കെ കൂടുതലാ. നല്ല കിടില റോഡ് എന്ന് പറഞ്ഞിട്ടല്ലോ, നല്ല സൂപ്പർ റോഡാണ് കേട്ടോ. അടിപൊളി, നല്ല ഇറക്കവും കയറ്റവും ഒക്കെയാണ്. പക്ഷെ നല്ല വലിയ റോഡുമാണ്. നല്ല രസമുണ്ട്. ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ഫുള്ള് കാടാണ് കേട്ടോ. പോകുന്ന വഴിക്ക് വില്ലേജസോ വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല, മൊത്തം കാടാണ്. പിന്നെ ചെറിയ ചെറിയ അരുവികൾ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ വണ്ടി വലിയ ട്രക്കാണെങ്കിൽ പോലും അത്യാവശ്യത്തിലധികം നല്ല സ്പീഡിലാണ് പോകുന്നത്. ഒരു 90 സ്പീഡിലൊക്കെയാണ് കേട്ടോ പോകുന്നത്. ഇടയ്ക്ക് 100-ലും പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ എന്തായാലും എത്തും. ഏകദേശം 580 കിലോമീറ്റർ എങ്ങാണ്ടുണ്ടായിരുന്നു സൗറി മോളിൽ നിന്നും മലാഞ്ചിയിലേക്ക് കേട്ടോ. പക്ഷെ എന്തായാലും രാത്രി ആകുമ്പോഴേക്കും എത്തുമായിരിക്കും. കണ്ടോ റോഡ് അങ്ങോട്ടൊക്കെ നോക്കിയേ, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടുത്തെ റോഡ്. കാരണം ഇത്രയും നാളും നല്ല പൊട്ട റോഡല്ലായിരുന്നു. അപ്പൊ ഇത്രയും നല്ല റോഡൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഒരു ഫാൻ്റെ എല്ലാം എനിക്കിതേ പുള്ളി മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും ഇങ്ങനെ കുറേ സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം കുടിക്കും. ഇപ്പൊ സമയം 10:15 അപ്പോ ഞാൻ എവിടെയോ എത്തിയിട്ടുണ്ട്. മലാഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഒരു 40 കിലോമീറ്റർ മുന്നെയാണ് എത്തിയിട്ടുള്ളത്.
അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത് ഒരു അന്ന് ലാസ്റ്റ് ഡേയിൽ ഞാൻ ഒരു മലയാളി വഴി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളില്ലേ, അതുപോലെ ആളുടെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന വേറെ ആളുടെ സ്ഥലത്ത് അടുത്ത് പോയിട്ടാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആളിപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരും. കാരണം ഇന്ന് ഈ ഡ്രൈവർ ഇപ്പോൾ ഇതൊരു ട്രക്ക് പാർക്കിംഗ് ഏരിയ ആണ്, ഇവിടെ ഉറങ്ങുവാണ്. ഏകദേശം 540 കിലോമീറ്റർ വന്നു, 40 കിലോമീറ്ററോളം കൂടി ഇനി പോകാനുണ്ട്. 40 80 കൂടെ പോകാനുണ്ട്. അവിടുന്ന് സിറ്റിയിലേക്ക് 40, അവിടുന്ന് പിന്നെ എന്തോ 40 പോകാനുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ആൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ ചെറുതായിട്ട് ഒന്ന് ഉറങ്ങി, ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എന്ന് തോന്നുന്നു, സോറി. അപ്പോൾ അതെ ആള് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഫുഡ് കഴിക്കാൻ പറഞ്ഞു, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതെന്താണ്, എന്തോ സീമയും പിന്നെ വേറെന്തോ ബീൻസും പിന്നെ ഒരു കറി മീനൊക്കെയാണ് തോന്നുന്നു. ഉണക്ക പോലത്തെ ഒരു മീനാണ് ഇരിക്കുന്നത്. പിന്നെ വൈകുന്നേരം എനിക്ക് പുള്ളി ഫുഡെല്ലാം മേടിച്ചു തന്നായിരുന്നു. രാവിലെ ഒരു ഓംലെറ്റ് കഴിച്ചിറങ്ങിയിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അതങ്ങനെ ആള് ഫുഡൊക്കെ മേടിച്ചു തന്നു. അങ്ങനെ ഞാനിതാ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എൻ്റെ ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ സമയം 12:15 10:15 ഞാൻ അവിടെ എത്തിയതാണ്. 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. എന്തോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായി, എന്താണെന്നറിയില്ല. ഞാനാണെങ്കിൽ ആ വണ്ടിയിൽ കിടന്ന് കുറച്ച് ഉറങ്ങി. ഞാൻ ഉറക്കപ്പിച്ചിലും കൂടെയാണ്. ഹായ്, ഹൗ ആർ യു? Fine. Feel sleepy? Maybe. That moment, maybe. ഉറക്കാത്ത ഞാനാണെങ്കിൽ നല്ല ഉറക്കപ്പിച്ചിലാണ്. പുറത്ത് ഫോഗ് കണ്ടോ, മൊത്തം മൂടി കിടക്കുകയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. റോഡ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഫോഗ് ഇങ്ങനെ അടിക്കുന്നത്. അവർ ലൈറ്റ് ഇട്ട് പയ്യെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഇന്നലെ സൗറിമോലൊന്നും ഞാൻ ജാക്കറ്റ് പോലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല, തണുപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ്. ഇപ്പോൾ സമയം 1 മണിയാണ്, അതുകൊണ്ടാണ് എന്താ പറയുക നല്ല തണുപ്പ് കേട്ടോ. അടിപൊളി. എൻ്റെ അമ്മ എന്നോട് ആരൊക്കെയോ പറഞ്ഞായിരുന്നു ഇവിടെ നല്ല തണുപ്പാണെന്ന്. അവർ ലൈറ്റ് അടിച്ചിട്ട് എന്താ പറയുക, അപ്പുറത്ത് വരുന്ന വണ്ടിയൊക്കെ ഉണ്ടോ ഇങ്ങനെ മൂടി നമുക്ക് റോഡ് ഇങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞാൻ അറിയാലോ നല്ല ലേറ്റ് ആയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സ്റ്റേ ചെയ്യുന്നൊരു സ്ഥലം ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ ബെഡൊക്കെയാണ്. എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ചറപറയെ കൂട്ടി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നല്ല തണുപ്പായിരുന്നു. ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായി, ആ ബെഡ്ഷീറ്റ് വെച്ച് ഞാൻ കിടന്നുറങ്ങിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലേറ്റായി കിടന്നപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായി. 3 മണിക്കെല്ലാം കിടന്ന് ഞാൻ 6 മണിയായപ്പോൾ തന്നെ എണീച്ചു. എനിക്ക് ഉറക്കം കറക്റ്റായില്ല. ഓൾറെഡി എന്താണെന്നറിയില്ല, കുറേ നാളായിട്ട് എനിക്ക് അങ്കോള കയറി പിന്നെ ഞാൻ നല്ലപോലെ ഒന്നും ഉറങ്ങിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ റീസൺ എനിക്കുണ്ടാവും. ഒന്നിലും എൻ്റെ മെൻ്റൽ ഹെൽത്ത് വീക്കായിട്ട് എൻ്റെ ഉറക്കം പോകും, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാവും. തണുപ്പ് കൂടുതൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് അങ്ങനെ ഉറങ്ങാൻ പറ്റാറില്ല. അപ്പോൾ കുറേ ദിവസമായി ഞാൻ നല്ലപോലെ ഒന്ന് ഉറങ്ങിയിട്ട് കേട്ടോ. ഇനി ലുവാണ്ട സിറ്റിയിൽ എത്തിയിട്ട് നല്ലപോലെ ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒന്ന് രാവിലെ കാല് ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ നല്ലപോലെ പുതച്ച് കിടന്നത്. എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് എടുക്കാൻ പിന്നെ മടിയായിട്ട് ഞാൻ എടുത്തില്ല. പിന്നെ എടുക്കാൻ വേണ്ടി എണീച്ചപ്പോഴേക്കും ഞാൻ ഉണർന്നു. പിന്നെ അത് എണീച്ചപ്പോഴേക്കും ഉണർന്നു എന്നല്ല, പിന്നെ എനിക്ക് ഉറക്കം പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഉറങ്ങിയതുമില്ല. അങ്ങനെ രാവിലെ എണീച്ചത് ഇതാണ് ആ ഒരു സ്ഥലം. അവരുടെ ഒരു എന്താ പറയുക, ഓഫീസും വർക്ക് ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടുന്ന് മലാഞ്ചി ടൗണിലേക്ക് ഏകദേശം ഒരു 40 കിലോമീറ്ററോളം ഉണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് എന്താ പറയുക, ഒരു വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാനുള്ളൊരു പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. എങ്ങനെ പോകേണ്ട എന്താണെന്ന് അറിയില്ല. രാവിലെ ഇവിടെ കാണാമായിരുന്നു, രാത്രി നിങ്ങൾ കണ്ടില്ലേ ഫുള്ള് ഫോഗ്, അതിനെക്കാട്ടിൽ ഫോഗായിരുന്നു. രാവിലെ മൊത്തം നല്ല തണുപ്പുണ്ടായിരുന്നു. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.